മറുനാട്ടിലെ മലയാളികളും ഓണം ഗംഭീരമാക്കി. ഡൽഹി, മുംബൈ, ചെന്നൈ, സൂറത്ത് തുടങ്ങിയ നഗരങ്ങളിൽ മലയാളി കൂട്ടായ്മകൾ ഓണാഘോഷം സംഘടിപ്പിച്ചു. കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷത്തിൽ 1000-ലധികം പേർ പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് ദൂരെയാണെങ്കിലും നാടിന്റെ ഓർമ്മകളെ മനസ്സിൽ സൂക്ഷിച്ച് പരസ്പരം സ്നേഹം പങ്കിട്ട് തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. ഡൽഹിയിലെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഡൽഹിയിലും ഓണം, പല അസോസിയേഷനുകൾ, റെസിഡൻസ് വെൽഫെയർ, എല്ലാ കോളനികളും ഓണമുണ്ട്. ഓണം മുതൽ നമ്മൾ ക്രിസ്മസ്, ന്യൂ ഇയർ വരെ ഈ ഓണം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രമായിരുന്നു തിരുവോണാഘോഷത്തിന്റെ പ്രധാന കേന്ദ്രം. കേരളീയ വേഷമണിഞ്ഞ് മലയാളികളെത്തിയപ്പോൾ മയൂർ വിഹാർ ചെറു കേരളമായി മാറി. ചെന്നൈ മലയാളികളും തിരുവോണം ഗംഭീരമായി ആഘോഷിച്ചു. കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷത്തിൽ 1000-ലധികം പേർ പങ്കെടുത്തു. ചെന്നൈയിലും മുംബൈയിലും സൂറത്തിലുമെല്ലാം മലയാളികൾ ഓണം ആഘോഷിച്ചു. സൂറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേരള സമാജത്തിന്റെ നേതൃത്വത്തിൽ മെഗാ പൂക്കളം തീർത്തു. ഇന്ത്യയിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ഭീമൻ പൂക്കളങ്ങൾ ഒരുങ്ങി. പ്രസിദ്ധമായ CSMT റെയിൽവേ സ്റ്റേഷനിൽ ഓൾ മുംബൈ മലയാളി അസോസിയേഷൻ വമ്പൻ പൂക്കളം തീർത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.